തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയോളും ശ്രീനാഥ് പാസിക്കും ടോം ഷൈൻക്കും നോട്ടീസ് എക്സൈസ് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് പത്രവാർത്തകളിലൂടെ. നേരത്തെ ഇവർ രണ്ടുപേരും ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് കേസിൽ അകപ്പെട്ട ആളാണ്. ആദ്യം പെട്ടത് ടോം ഷൈൻ ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് MDMA ആണെന്ന് തോന്നുന്നു. പക്ഷെ അവസാനം അത് കോടതി ഹാജരാക്കിയപ്പോ ആ വസ്തു വേറെയാണെന്നുള്ള MDMA അവര് കോടതിയിൽ നിന്ന് മാറ്റി. അങ്ങനെയാണ് എന്തോ പൊടിയായിട്ടാണ് കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ആ കേസിൽ വെറുതെ വിടണ്ടായത്. ടോം ഷൈൻ ചാക്കോനെ വെറുതെ വിട്ടു. പക്ഷെ ഈ ശ്രീനാഥ് പാസിയെ വീണ്ടും പോലീസ് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്ക് തോന്നുന്നു ഹാജരാവുകയും അദ്ദേഹത്തിന്റെ മുടിയും നഖവും ഈ രാസലഹരികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മള് മദ്യം പോലെ ബ്ലഡ് യൂറിൻ ഒന്നുമല്ല, ഇത് ശരീരത്തിന്റെ മുടിയിലും നഖത്തിലും ഒക്കെ ചെന്ന് പറ്റുകയാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുടിയും നഖവും പരിശോധനയ്ക്ക് നേരത്തെ എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇവരൊക്കെ തന്നെ ഈ ലഹരി കാട്ടൽ അങ്ങനെ ലഹരി ഉപയോഗിച്ച ശേഷം അവര് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്തി അങ്ങനെ ചെയ്യുന്ന സംവിധാനം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനൊക്കെ അവര് പണം വാങ്ങുന്നതായിട്ടുമാണ് വ്യക്തമായി എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയുണ്ട്. ഈ സിനിമാ മേഖലകളിലൊക്കെ തന്നെ ലഹരിയുടെ വ്യാപനം നടത്തുന്ന ലഹരി മാഫിയയ്ക്ക് പ്രത്യേകമായ അജണ്ടയുണ്ട്. അപ്പൊ സിനിമാ താരങ്ങളെ അതിനകത്ത് പെടുത്തുന്നതും അവര് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതും മറ്റുള്ളവരിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. ഈവൻ സിനിമയിൽ തന്നെ ഇപ്പൊ ഈ പിടിക്കപ്പെട്ട സ്ത്രീ തിരക്കഥാകൃത്താണെന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. അവര് പല സിനിമയിലും അസിസ്റ്റ് ചെയ്തിട്ടൊക്കെയുണ്ട്. അപ്പൊ അതിനകത്ത് കടന്നു ചെല്ലത്തക്കത്തിലൊരു സാഹചര്യം അവർ സൃഷ്ടിച്ചെടുത്താകാനാണ് സാധ്യത. അപ്പൊ അവിടെ ചെന്നിട്ട് സിനിമാ മേഖലയുടെ ഇത് ലഹരി മാഫിയെ പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പൊ തിരക്കഥകളിലും അതിലെ സിനിമയിൽ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ട് ലഹരി ഉപയോഗിക്കുകയായിട്ടുള്ള സീൻ ഉൾപ്പെടുത്തിയാൽ പോലും അതിന് പണം പറ്റുന്നുണ്ട് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും എന്നാണ് പറയുന്നത്. നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ അറിയാം. അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലും അല്പമെങ്കിലും പണം തിരിച്ചു കിട്ടിയ സിനിമ എടുത്തു നോക്കിയാൽ ആ സിനിമകളിലൊക്കെ തന്നെ മദ്യം മാത്രമല്ല മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെയും സീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്ന വണ്ണം ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നേരിടാൻ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ യുവാക്കളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രശ്ന പരിഹാരം അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത മനുഷ്യരില്ല. അപ്പൊ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു അതിജീവന മന്ത്രമാണ് ലഹരി എന്നുള്ള രീതിയിലേക്കും ഇത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ ഇവര് ലഹരി ഉപയോഗിച്ച ശേഷം ഉള്ള ഇവരുടെ രീതികളുണ്ടല്ലോ, ആ രീതികളും പകർത്തി നൽകുന്നതിന് പണം നൽകുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വ്യക്തതയൊന്നും നമുക്കില്ല, നമ്മളത് കണ്ടിട്ടുമില്ല. പക്ഷെ ലഹരി മാഫിയ സിനിമാ രംഗം കൂടി പിടിയിൽ ഒതുക്കിയിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ സെറ്റുകളിൽ കയറി പ്രശ്നമുണ്ടാക്കാൻ പോലീസ് എക്സൈസ് മുതിരുന്നില്ല. കാരണം വൻതുക മുടക്കിയുള്ള ഒരു വ്യവസായമാണ് സിനിമ. അപ്പൊ അതിനകത്ത് 1-2 പേരുടെ വിഷയത്തെ തുടർന്ന് അങ്ങനെ ഇടപെടുമ്പോൾ സിനിമാ വ്യവസായത്തെയും ഷൂട്ടിംഗ് നിർത്തിവെക്കുമ്പോൾ കോടികളുടെ നഷ്ടം ഉണ്ടാകാം. അതുകൊണ്ടൊക്കെയാണ് അവര് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വ്യാപകമാകുന്നുവെങ്കിൽ എക്സൈസും പോലീസും ഒക്കെ അതിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അവര് വന്ന ശേഷം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നറിയാൻ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അവർ ലഹരി മരുന്ന് ഉപയോഗിച്ചോ എന്നറിയാനുള്ള സംവിധാനം ആയിട്ടുണ്ട്. അതിനുള്ള കിറ്റുകളും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയായിരിക്കും. പക്ഷെ ഇവരിൽ നിന്ന് ലഹരി മേടിച്ചു എന്നതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ എത്രമാത്രം പ്രായോഗികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ആലപ്പുഴയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകി ഈ ഒരു ചോദ്യം ചെയ്യലിന് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എക്സൈസാണ് ഇപ്പൊ നോട്ടീസ് നൽകിയിരുന്നത്. നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നോട്ടീസ് പരിധിക്കകത്ത് സ്റ്റേഷനിൽ ഹാജരായി അവർ ചോദിക്കുന്നതിന് മറുപടി പറയണം. അവരത് നിരസിക്കുകയായിരിക്കും ചെയ്യുന്നത്. വേറെ അവർക്ക് കൊടുത്തു എന്നുള്ളതിന്റെ മറ്റ് തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും വിശദാംശങ്ങൾ കിട്ടുന്നവർക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സിനിമാ മേഖലയിൽ അത് വലിയൊരു സ്വാധീനം തന്നെയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുൻപ് തന്നെ മാർക്കോ എന്ന സിനിമ ഇപ്പോൾ അതിലെ വയലൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ അതിലപ്പുറം ഈ ഒരു ലഹരി കേസുകൾ, ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുറന്നു കാണിക്കുന്ന പലയധികം സിനിമകൾ വരികയും വലിയ ഹിറ്റാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലഹരി ഉപയോഗിക്കുന്നതും അതിൽ ആനന്ദം കണ്ടെത്തുന്നവരെയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ തന്നെയായിരിക്കില്ലേ കുട്ടികളും അല്ലെങ്കിൽ യുവതലമുറയെല്ലാം അനുകരിക്കാനും ശ്രമിക്കുന്നത്?
തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ ദൃശ്യം സിനിമ മുതൽ എടുത്തു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു വിഷ്വൽ കാണുമ്പോൾ ഇപ്പൊ നന്മയുടെ വിഷ്വൽ അങ്ങനെ തന്നെ പകർത്തപ്പെടുന്നില്ല. അപ്പൊ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഉണ്ടായി. കാരണം അതൊരു പ്രേരക ഘടകമാണ്. അതിനുശേഷം വന്ന ഭീഷ്മപർവ്വതത്തിലാണെങ്കിലും, അതിനുശേഷം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഭീഷ്മപർവ്വതത്തിലാണെങ്കിലും എടുത്തു നോക്കിയാലും പണി എന്നുള്ള സിനിമയിലാണെങ്കിലും കൊട്ടേഷൻ ടീമിന്റെയാണ്. ആ ടീം കൊട്ടേഷൻ ടീമുകൾ കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യരെ കൊല്ലുന്ന സീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമയിലൊക്കെ തന്നെ എല്ലാത്തിലും വയലൻസ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. വയലൻസിലേക്ക് പോകാനുള്ള കാരണവും ലഹരി മരുന്നാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് വലിയ വിജയവും നേടുന്നത് അല്ലേ? അത് ഈ പുതിയ തലമുറ എന്തുകൊണ്ട് വയലൻസ് ഇഷ്ടപ്പെടുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ഒരു ബഹിസ്ഫുരണമായിരിക്കും. ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്കും സിംഗിൾ ഫാമിലി സിസ്റ്റത്തിലേക്ക് വന്നപ്പോ അവിടെ വികാരങ്ങളെ മുഴുവൻ മാനിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമായ സാഹചര്യം ഉണ്ടായില്ല. ആ വികാരങ്ങൾ മുഴുവൻ അടിച്ചമർത്തപ്പെടുകയാണ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനിമകളിൽ ലഹരിയും ട്രിഗർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അങ്ങനെ കിടക്കുന്നതൊക്കെ തന്നെ തലപൊക്കി ഉയരാനായിട്ട് വയലൻസും അതുപോലെ ലഹരിയും ഒക്കെ ഇടവരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് സാഹചര്യങ്ങളിൽ ഇവർ മിണ്ടാതിരിക്കുന്നെങ്കിലും ഈ ലഹരി ചെല്ലുന്നതോടുകൂടി പിന്നെ വയലൻസ് കാണുന്നതോടുകൂടി അങ്ങനെ ചെല്ലുന്നു. പിന്നെ ഈ ജപ്പാൻ കൊറിയൻ സിനിമകളൊക്കെ തന്നെ വയലൻസ് ഉള്ളതാണ്. അതൊക്കെ നമ്മൾ ഫോണിലൂടെ പിള്ളേർ കാണുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കോമിക്കോ മറ്റ് കാര്യങ്ങള് വീഡിയോ ഗെയിമുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ സംഹാരമൂർത്തികൾ അഴിഞ്ഞാടുന്നതും കൊല്ലും കൊലയും നടത്തുന്നതാണ്. അങ്ങനെ മനുഷ്യന്റെ തലച്ചോറ് ഹിംസാത്മകമായി മാറി എന്നുള്ളതാണ് വസ്തുത. ആ ഹിംസാത്മകമായി മാറിയ ഒരു സാഹചര്യത്തിൽ അതിനെ ഈ ലഹരി മരുന്നുകൾ ട്രിഗർ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാവുമ്പോൾ വയലൻസ് അതിശക്തമായി മാറുകയാണ്. മുൻകാലത്തൊന്നും ഇല്ലാത്ത പോലെ തുറച്ചു നോക്കിയതിന്റെ പേരിലും നമ്മളെന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിന്റെ പേരിലുമൊക്കെ കൊല്ലുക എന്ന് പറയുന്ന പ്രവണതയിലേക്ക് മനുഷ്യൻ മാറിയിട്ടുണ്ട്. അത് തലച്ചോറിൽ വന്ന രാസമാറ്റങ്ങളുടെ ഫലമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ശാസ്ത്രീയമായ പഠനങ്ങളും വിശകലനങ്ങളും അതിനുള്ള പ്രതിരോധങ്ങളും നടപടികളും ഒക്കെ തന്നെ സർക്കാരും സമൂഹവും ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.